ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച ഓൾറൗണ്ടറായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുത്തത് ശ്രീരാജ്. ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഞങ്ങളുടെ യുവതാരം ബെസ്റ്റ് പ്ലെയർ കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ KFA ഏർപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റിസ് കൃഷ്ണയ്യർ ഗോൾഡ് മെഡലിസ്റ്റുമായ സിയാദ് ലത്തീഫിന്റെ നേതൃത്വത്തിൽ നടന്ന QFA സെലിബ്രിറ്റി മാച്ചിൽ 4-5 ഗോളുകൾക്ക് QFA കൊയിലോൺ കിങ്സ് ടീം വിജയിച്ചു. കടപ്പാക്കട ക്ലബ്ബ് യോളോ ടർഫിൽ നടന്ന ഫുട്ബോൾ മത്സരം കാണുവാൻ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കായിക ആസ്വാദകർ എത്തി. ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കൊയിലോൺ കിങ്ങും കൊയിലോൺ നോട്ടേഴ്സും തമ്മിൽ നടന്ന മത്സരത്തിൽ കൊയിലോൺ കിങ് വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് അതായത് ഹാട്രിക്ക് നേടിയ നമ്മുടെ നിസാം അളിയന് കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ വക അഭിനന്ദനങ്ങൾ നേടുകയാണ്. നമ്മളോടൊപ്പം പോരാടിയ നമ്മുടെ തങ്കച്ചണ്ണനെ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നന്ദിയിരിക്കുന്നു. ആവേശകരമായ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് QFA ജനറൽ സെക്രട്ടറി MR മനോജ് ബോസ്, തിരുവനന്തപുരം മീഡിയ ജേർണലിസ്റ്റ് ഇതിഹാസ് കസാഖ് എന്നിവർ ഇരു ടീം അംഗങ്ങളെയും പരിചയപ്പെട്ടു. മത്സരം ആരംഭിച്ച ആദ്യ പകുതിയിൽ തന്നെ QFA കൊയിലോൺ ലോട്ടസ് ടീമും QFA കൊയിലോൺ കിങ്സ് ടീമും 2 ഗോളുകൾ വീതം നേടി സമനിലയിലെത്തി. ഇരു ടീമുകളിലുള്ളവരുടെ വാശിയേറിയ മത്സരത്തിലൂടെ 5 ഗോളുകൾ നേടി QFA കൊയിലോൺ കിങ്സ് വിജയികളായി. മത്സര വിജയികൾക്ക് കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ QFA എക്സിക്യൂട്ടീവ് അംഗവും ഫുട്ബോൾ പരിശീലകനുമായ തങ്കച്ചൻ വിതരണം ചെയ്തു. മികച്ച കായിക താരം, ടോപ്പ് സ്കോറർ, മികച്ച ഗോൾ കീപ്പർ എന്നിവർക്കുള്ള സമ്മാനങ്ങൾ നിസാം, ദിലീപ് ഖാൻ S, ദയാൻ PS, നിഹാസ് എന്നിവർ ഏറ്റുവാങ്ങി. എക്സിക്യൂട്ടീവ് അംഗം ദിലീപ് ഖാൻ, ഗോപകുമാർ, ഷാജി, മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ, ഫുട്ബോൾ കോച്ച് ശ്രീരാഗ്, സാമൂഹ്യ പ്രവർത്തകരായ കൊല്ലം നിസാം, വിക്ടർ ജോസ് ജൂഡ് എന്നിവർ നേതൃത്വം നൽകി. 2025-26 വർഷത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളുടെ ഭാഗമായി നടത്തുന്ന പരിപാടികളുടെ ഭാഗമായാണ് സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ഗോളടിച്ച് അതായത് ഹാട്രിക്ക് നേടിയ നമ്മുടെ നിസാം അളിയന് കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ വക അഭിനന്ദനങ്ങൾ നേടുകയാണ്. രണ്ടാമത് നമ്മുടെ സീനിയർ മോസ്റ്റ് കൊല്ലത്തിൻ്റെ പടു എന്നറിയപ്പെടുന്ന തങ്കച്ചണ്ണൻ വളരെ മനോഹരമായിട്ട് ഈ വയസ്സിൽ നമ്മളോടൊപ്പം യുവത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളോടൊപ്പം പോരാടിയ നമ്മുടെ തങ്കച്ചണ്ണനെ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നന്ദിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ മോസ്റ്റ് പ്ലെയർ എൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ടുള്ള ഞങ്ങളുടെ വിക്ടർ ജോസ് എന്നവർ അറിയപ്പെടുന്ന ജൂഡ് ഏറെ നീണ്ട കാലങ്ങൾക്ക് ശേഷം നമ്മളോടൊപ്പം വന്നിരിക്കുകയാണ്. അദ്ദേഹവും വളരെ മനോഹരമായി ഇനിയിപ്പോൾ കളിച്ച് മനസ്സിലാക്കോളും. അദ്ദേഹത്തിന് QFAയുടെ പേരിൽ 1000 നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ശ്രീരാജ് ഫുട്ബോൾ അക്കാദമിയുടെ കോച്ചാണ്. അദ്ദേഹവും നമ്മളോടൊപ്പം വന്ന് പങ്കെടുത്ത അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത്, നമ്മുടെ QFAയുടെ എക്സിക്യൂട്ടീവ് അംഗം നമ്മുടെ ദിലീപ് അളിയൻ്റെ ഞങ്ങളുടെ മോനും 2 പേരും നമ്മളോടൊന്ന് പങ്കെടുത്തു. അതുപോലെ അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിസാമിൻ്റെ നമ്മുടെ പ്രിയ എൻ്റെ മോൻ 2 പേര് പേർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഈ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ വളരെ മികച്ച ഒരു സൗഹൃദ മത്സരം നടത്തുവാൻ സാധിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.